കിഞ്ചന അഗ്രേ ആസീത് മൃത്യുനൈവ ഇദം ആവൃതം ആസീത് അശനായ ഹി മൃത്യുഃ തന്മനോ അകുരുത ആത്മന്വേഷ്യാമിതി അർച്ചൻ അചരത് തസ്യ അർച്ചത ആപോ അജായന്ത അർച്ചതേ വൈ മേ കം അഭൂതിരി തദേവ അർക്കസ്യ അർക്കത്വം കം ഹവ അസ്മൈ ഭവതി യമേതത് അർക്കസ്യ അർക്കത്വം വേദ നൈവിഹ കിഞ്ചന അഗ്രാസി. അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. അഗ്രേ കിഞ്ചന ആസി നൈവാസി, മുമ്പ് സൃഷ്ടിക്ക് മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു? ശൂന്യമേവസ്യ. അതിനാണ് ഒന്നുമില്ലാത്ത ശൂന്യത. ഒന്നുമില്ലാതിരുന്നു, കേവല ശൂന്യത. അതിനാണ് ഇവിടെ ശൂന്യവാദികൾ പറയുന്നത്. ഒന്നുമില്ലാതിരിക്കുക എന്ന് വെച്ചാൽ എന്താ അതിന്റെ താല്പര്യം? പറഞ്ഞു, കാര്യം കാരണം നാസി. ഈ പ്രപഞ്ചത്തിലെ സർവ്വത എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ, ഒന്നുകിൽ അത് കാര്യരൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ കാരണരൂപത്തിലായിരിക്കും. ഒന്നുമില്ലാത്ത ശൂന്യതയാണ് ഇവിടെ ശൂന്യവാദികൾ പറയുന്നത്. അതിനെ നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞു, ശരിയാണ്, കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷെ കാരണം ഉണ്ടായിരുന്നല്ലോ. മൃത്പിണ്ടാതി ദർശന, അതിന് സമാനം പറഞ്ഞു. പാത്രമില്ല, പക്ഷെ മണ്ണുണ്ടല്ലോ. പറയുന്നത് ശരിയല്ല. എന്തുണ്ടോ? ഉത്പത്തിക്ക് മുമ്പ് സർവ്വാനുഭവം, ഒന്നും അനുഭവമില്ലാതാണ്. ഇല്ലെന്ന് എന്തുകൊണ്ട് പറയുന്നു? അനുഭവമില്ലാത്തതുകൊണ്ട്. ഏതെങ്കിലും ഒന്നിനെ അനുഭവമില്ലെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? അനുഭവമില്ലെങ്കിലില്ല. അതാണ് പറഞ്ഞ അനുപലബ്ധിശ്ചിതഭാവേതു സർവസ്യ ജഗത പ്രാഗുത്പത്ത് എന്ന കാരണം കാര്യം ഉപലബ്ധി. അനുഭവിക്കാതിരിക്കുകയാണ് ഒരു വസ്തു ഇല്ല എന്ന് പറയുന്നതിന് കാരണമെങ്കിൽ ഉത്പത്തിക്ക് മുമ്പ് ഒന്നിനെയും അനുഭവിച്ചില്ല. ആരനുഭവിച്ചത്? അതുകൊണ്ട് അഭാവമാണ്. അതിന് സമാനം പറഞ്ഞത് ശരിയല്ല.
ഇവിടെ പറഞ്ഞു മൃത്യുനൈവേദ്യം ആവൃതമാസേ എന്ന് ശ്രുതി പറഞ്ഞിരിക്കുന്നു. മൃത്യുന ആവൃതം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആവരണം ചെയ്യാനും ആവരണം ചെയ്യപ്പെടുന്നു അങ്ങനെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശുദ്ധശൂന്യം അത് ശരിയല്ല. ശ്രുതി എന്ന് പറയുന്നു മൃത്യുനൈവേദ്യം ആവൃതം ആസേ. ഇനി യുക്തിയുമുണ്ട്. എന്താണ് കാര്യസഹിഷ്ണുത ജായമാനസ്യ കാരണ സത്യുത്പത്തി ദർശനം അസത്യാദർശനം. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാര്യവസ്തുക്കൾ ഉണ്ടാകുന്നത് കാണുന്നുണ്ട്. ഉടനെ എന്താണ് കാരണം ഉള്ളപ്പോഴേ ഉണ്ടാകുന്നുള്ളൂ. മണ്ണുള്ളപ്പോഴേ മൺപാത്രം ഉണ്ടാകുന്നു. എന്നാണ് ജഗതോപി പ്രാഗുത്പത്തേ കാരണ അസ്തിത്വം അനുമീയതേ ഘടാദി കാരണ അസ്തിത്വ. ഇവിടെ എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തിനുള്ളിൽ കാണുന്നത് അതുപോലെ പ്രപഞ്ചത്തെ ഒരു കാര്യമായെടുത്താൽ അതിനു മുമ്പ് കാരണാസ്തിത്വത്തെ അംഗീകരിക്കേണ്ടി വരും. ഘടാദി കാരണാസ്തിത്വം. എങ്ങനെയാണോ ഇവിടെ പാത്രത്തിന് മണ്ണ് കാരണമായിരിക്കുന്നത് അതുപോലെ ഒന്നുമില്ല എന്ന് പറയുന്ന ശൂന്യവാദത്തെ ഇവിടെ നിഷേധിക്കുന്നു. ഈ ചർച്ച വളരെ നീണ്ടുപോവുകയാണ്. വളരെ നീണ്ട ചർച്ചയാണ്. ഈ ഒരു വിഷയത്തെ എന്തിന് ഇത്രയും ഒരു നീണ്ട ചർച്ചയ്ക്ക് വിഷയമാക്കണം? കാരണം ഏതിനെയും പരിശോധിച്ച് സ്വീകരിക്കാവൂ. ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് പരിശോധിച്ച് സ്വീകരിക്കാവൂ എന്നുള്ളതുകൊണ്ടാണ്. കാരണം അന്നും ഇന്നും ഈ ശൂന്യവാദത്തിന് പിന്തുടർച്ചക്കാരുണ്ട്, അവകാശമുണ്ട്. ശൂന്യവാദത്തെ സ്വീകരിക്കുന്നതിന് ഒരു കാരണം ഇതാണ്, അത് എളുപ്പമാണ് സ്വീകരിക്കാൻ. എല്ലാം ശൂന്യം എന്ന് പറഞ്ഞാൽ പിന്നീട് ആയാസമില്ല. എല്ലാ ശൂന്യതയിൽ നിന്നുണ്ടായി ശൂന്യതയിൽ പോകുന്നു, സർവവും ശൂന്യമാണ്. പിന്നെ ചിന്തയുടെ പ്രസക്തിയില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ശൂന്യമല്ല, പിന്നെന്ത് ചിന്തിക്കാനോ എന്ന് പറഞ്ഞ് ചിന്തയെ ശൂന്യമാക്കുന്ന ഒന്നാണ് ഈ ശൂന്യവാദം. ചിന്തയെ ബുദ്ധിയൊക്കെ ശൂന്യമാക്കുന്ന ഒന്നാണ്. ഇനി ചിന്തിക്കാനൊക്കത്തില്ല. അതിനോട് ഭാഷ്യകാരെ യോജിക്കുന്നില്ല. ബുദ്ധിയെ ശൂന്യമാക്കുന്ന ഒരു സിദ്ധാന്തത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി ഉപയോഗമില്ലാത്തതായിപ്പോകും. ബുദ്ധിക്കൊരു ഉപയോഗം വേണമല്ലോ. അപ്പോൾ അത് ചിന്തിക്കാനാണ്. അപ്പോൾ അത് ചിന്തിച്ചു പോകണം. അപ്പോൾ ശൂന്യവാദത്തെ ചിന്തിക്കാത്തവർക്ക് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ചിന്തിച്ചാൽ പിന്നെ ശൂന്യവാദത്തിന് നിൽപ്പില്ല. കാരണം ചിന്ത ശൂന്യമല്ലല്ലോ. അതുകൊണ്ട് അന്ധമായി ഒന്നിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇവിടെ തത്വചിന്തയെ സംബന്ധിച്ച് സാധ്യമല്ല. എന്തിനേയും വിശകലനം ചെയ്ത് ബുദ്ധിക്ക് ബോധ്യപ്പെടുന്ന ഒന്നിനെ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. അതുകൊണ്ട് സർവത്തെയും ശൂന്യമാക്കുന്ന ശൂന്യവാദത്തെ ഇവിടെ നിഷേധിക്കുന്നു. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ കാര്യകാരണ ബന്ധമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു കാരണം ഉണ്ടായിരിക്കണം. അതിന്റെ തുടർച്ചയാണ് അതാണ് ഇവിടെ പറയുന്ന യുക്തി. ഇതുപോലെയായിരിക്കും അവിടെയും. ഇവിടെ ശൂന്യത്തിൽ നിന്നുണ്ടാകുന്നില്ല. നിങ്ങൾ പ്രപഞ്ചവും ശൂന്യത്തിൽ നിന്ന് ഉണ്ടായതല്ല. ഘടാദി കാരണസ്യപ്യസത്വമേവ അനുപമൃത്യ മൃത്യുണ്ടാധികം ഘടാദി അനുത്പത്തി ചേരുന്ന മൃതാദി കാരണത്വ. ശൂന്യവാദി അങ്ങനെ വിടുന്ന ആളല്ല. സർവകാര്യങ്ങളും ഒരു നാശത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്.
അതാ പറയുന്നു. മണ്ണെടുത്ത് പാത്രം ഉണ്ടാകുമ്പോൾ ആ പാത്രം രൂപപ്പെടുന്നതിന് തൊട്ടു മുമ്പില് ആ മണ്ണിനൊരു നാശമുണ്ട്. ഏത് രൂപത്തിലാണോ ഇരുന്ന ആ നാശം, ആ രൂപത്തിന് നാശം വരുന്നു. മണ്ണിനെ എടുത്ത് ഉരുളയാക്കിയെങ്കിൽ ആ ഉരുള നശിച്ചു പോകും. ഒരു നിയമം പറയും, കാര്യ നിയത പൂർവവർത്തി കാരണം. നിയമം അനുസരിച്ച് കാര്യത്തിന്റെ തൊട്ടു മുമ്പിലുള്ളതിനെ കാരണമെന്ന് പറയാൻ പറ്റും. കാരണം അങ്ങനെ ആയിരിക്കും. അപ്പോൾ കാര്യത്തിന്റെ തൊട്ടു മുമ്പിൽ എന്താണ്? ഒരു ശൂന്യത. മണ്ണുരുള നശിച്ചു, പുതിയൊരുന്നു അവിടെ പ്രത്യക്ഷമായി. സർവത്ര അതാ കാണുന്നു. അതുകൊണ്ട് ശൂന്യത്തിൽ നിന്നാണെന്ന് പറഞ്ഞാലോ ഒന്നാ അതല്ല. അവിടെ എന്താണോ മുമ്പുണ്ടായിരുന്നത് അത് തന്നെ പാത്രത്തിനുള്ളത്. മണ്ണാണ് മുമ്പുണ്ടായിരുന്നത്, അതാണ് പാത്രത്തിനുള്ളത്. മണ്ണ് നശിച്ചത്. പിന്നെ എന്താ അവിടെ നശിച്ചത്? ആ ഒരാകൃതിയാണ് നശിച്ചത്. അതിനുള്ള പറയുന്നത് സുവർണാദിഹി തത്ര കാരണം ഘടരുച്ചകാദേഹി എന്ന പിണ്ടാദ്യാകാര വിശേഷം. എന്തിനാ കാരണം എന്ന് പറയുന്നു? ഉരുളയാണ്, അല്ലെങ്കിൽ ഒരു സ്വർണ്ണ കഷണം, അതിന്റെ ആകൃതി, അത് നീണ്ടിരിക്കുന്നു, പരന്നിരിക്കുന്നു, ഉരുണ്ടിരിക്കുന്നു, ഇതാണോ അതിന് കാരണമായതല്ല. അത് കാരണമല്ല. ആ വസ്തുവാണ് അവിടെ കാരണമായിരിക്കുന്നത്. സ്വർണം അല്ലെങ്കിൽ മണ്ണ്, അതിനാണ് നമ്മൾ കാരണം എന്ന് പറയുന്നത്, അല്ല അതിന്റെ ആകൃതിയല്ല. ഈ പ്രപഞ്ചത്തിനും അങ്ങനെയാണ്. കാരണമായിരിക്കുന്നത് ആ കാരണം തന്നെ കാര്യമായിരിക്കുന്നു. ഏതോ അത് തന്നെ കാര്യമായിരിക്കുന്നു. അതിൽ വരുന്ന ആകൃതികൾ അത് കാരണത്തിലൊന്നായിരിക്കും, കാര്യത്തിലൊന്നായിരിക്കും, വ്യത്യാസം വരാം. മണ്ണ് ഉരുണ്ട ആകൃതിയായിരുന്നു, പാത്രത്തിൽ വന്ന് വേറെ ആകൃതിയായി. സ്വർണം പരന്നിരുന്നു, ആഭരണമായപ്പോൾ അത് പല ആകൃതികളായി. പ്രപഞ്ചത്തിന്റെ കാരണം, അതിന്റെ അനുവൃത്തി പ്രപഞ്ചത്തിലുണ്ട്. അത് മനസ്സിലാക്കുന്നതിനുള്ള എളുപ്പം എന്താണ്? അത് സത്തായിരിക്കുന്നു. കാര്യമായ പ്രപഞ്ചത്തിലും ആ സത്ത് അനുവർത്തിക്കുന്നു. പിന്നെ ഇവിടെ കാണുന്ന രൂപങ്ങൾ അത് മാറിക്കൊണ്ടിരിക്കുന്നു. സത്തിന് മാറ്റമില്ല. അത് പ്രപഞ്ചം സത് കാരണത്തോടു കൂടിയതാണ്, ശൂന്യമല്ല. ഇനി ശൂന്യത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ പറയും സർവത്ര അനാശ്വാസം, സർവത്ര നമുക്ക് ശൂന്യം അനുഭവപ്പെടും എന്ന് മാത്രമല്ല, അനുഭവിക്കുന്നവന് ശൂന്യമായി പോകും. കാരണം സർവവും ശൂന്യത്തിൽ നിന്നല്ലേ. കാരണം കാര്യത്തെ അനുവർത്തിക്കണ്ടേ. അനുഭവവും ശൂന്യമായി പോകും. സർവത്ര ശൂന്യത എന്ന് പറയുമ്പോൾ അനുഭവിക്കുന്നവൻ, അനുഭവം, അനുഭവ വിഷയം, ഈ ത്രിപുടിയെ കാണത്തില്ല. വ്യവഹാരമില്ല. പിന്നെ വ്യവഹാരമില്ലെങ്കിൽ പിന്നൊന്നും പറയാനില്ല. കാരണം ശൂന്യം സർവത്ര അനുവർത്തിച്ചിരിക്കുന്നു. അപ്പൊ അതല്ല, സത്താണ് ഇവിടെ കാരണം. ആ സത്ത് സർവത്ര അനുഭവപ്പെടുന്നു. അതിൽ നാനാ ആകാരങ്ങളുണ്ട്. ആകാരസത്തെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്നത്. ആകാരങ്ങൾ മാറുന്നു, നിരുണ്ടിരിക്കുന്നു, പരന്നിരിക്കുന്നു. ശബ്ദസ്പർശ രൂപരസഗന്ധത്തിൽ ആകാരങ്ങൾക്ക് മാറ്റം വരുന്നു. അത് മാറുന്നതുകൊണ്ട്, ഒന്ന് മാറി വേറൊന്നിനെ പ്രാപിക്കുന്നതുകൊണ്ട്, അതിന് സ്ഥായിയായ ഒരു ഭാവം ഇല്ലാത്തതുകൊണ്ട് അതിനെ പറയുന്നു മിഥ്യ. അതും ഇല്ലാത്തെന്നുള്ള അർത്ഥത്തിലല്ല. എത്ര പറഞ്ഞാലും പിടികിട്ടാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് വീണ്ടും പറയുന്നു. അതുകൊണ്ട് ആകാരം അല്ല സത്യം. ഒരു സുവർണാധിഹിതത്തിൽ കാരണം ഘടരുച പിണ്ടാദ്യാകാര വിശേഷ തദഭാവി ഭവാ എന്ന് പറയുന്നു. അതില്ലെങ്കിലുമുണ്ട്. ആ ഉരുണ്ട ആകൃതി ഇല്ലെങ്കിലും പാത്രത്തിൽ മണ്ണുണ്ട്.
അത് കലത്തിന്റെ ആകൃതിയിലോ ചട്ടിയുടെ ആകൃതിയിലോ കുടത്തിന്റെ ആകൃതിയിലോ ഏതാകൃതിയിലായാലും ശരി ഇവിടെ മണ്ണുണ്ട്. ആകൃതി ഇല്ലെങ്കിലും മണ്ണ് സർവത്രയുണ്ട്. അല്ലെങ്കിൽ ആകൃതികൾ മാറി മാറിക്കൊണ്ടിരുന്നാലും വസ്തു അവിടെയുണ്ട്. അപ്പോൾ വസ്തു സത്യം. ഇവിടെ ശൂന്യത്തിൽ നിന്ന് പറയാൻ എന്താ ഉള്ളത്? ശൂന്യതയ്ക്ക് യാതൊരു അടിസ്ഥാനമില്ല. അസത്യ വിപിണ്ടാകാര വിശേഷം സുവർണാധികാരണ ദ്രവ്യം മാത്രാദേവ ഘടരുചകാദി കാര്യപത്ര ദർശ്യത്തെ. അത് മാത്രമല്ല, ഇപ്പോൾ പ്രത്യേക ഒരു ആകാരത്തിൽ നിന്നുണ്ടായെന്ന് പറയാൻ വയ്യ. മണ്ണിനെ എടുത്ത് ഉരുട്ടി ഉരുളയാക്കിയതിന് ശേഷമേ അതിൽ നിന്ന് പാത്രം ഉണ്ടാക്കാവുന്നില്ല. അത് പരന്നിരുന്നാലും ഉണ്ടാകും. മറ്റേതെങ്കിലും ഒരു ഷേപ്പിൽ ഇരുന്നാലും അതിൽ നിന്നുണ്ടാകും. കാര്യം ഉണ്ടാകുന്നത്, കാര്യം എങ്ങനെയുള്ളതായാലും അത് മണ്ണിൽ നിന്നാണ്, അതിന്റെ ആകൃതിയിൽ നിന്നല്ല. അതുപോലെയാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചും. ഇവിടെ പ്രപഞ്ച കാരണമായ സത്തിൽ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അസത്യത്വം സുവർണാദി ദ്രവ്യേ ഘടരുചകാദിർ ന ജായതീതി സുവർണാദി ദ്രവ്യമേവ കാരണം. തസ്മാ പിണ്ടാകാര വിശേഷോ ഘടരുചകാദി കാരണം. അതുകൊണ്ട് ആ പ്രത്യേക ഒരു ആകൃതിയാണ് ഇതിന് കാരണം എന്ന് പറയുന്നത്. നാമരൂപങ്ങളിൽ നിന്ന് നാമരൂപങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. മറിച്ച് വസ്തുവിൽ നിന്ന് വസ്തു ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. നാമരൂപങ്ങൾ, നാമം, മണ്ണ്, രൂപം, അതിന്റെ ആകൃതി, ഈ രണ്ട് നാമവും രൂപം, ഈ രണ്ടിൽ നിന്നും ഒരു കാര്യം ഉണ്ടാകുന്നില്ല. പക്ഷെ ഈ നാമരൂപങ്ങൾക്ക് ആശ്രയമായി ഏതിനെ ഉദ്ദേശിച്ചിട്ടാണോ ശബ്ദം പ്രയോഗിക്കുന്നത്, ഏതൊരു പദാർത്ഥത്തിലാണോ ആ രൂപങ്ങൾ കാണുന്നത്, ആ വസ്തു, ആ വസ്തുവിൽ നിന്നാണ് കാര്യം, പാത്രം ഉണ്ടായത്. അവിടെ ഒരു പ്രയാസമുള്ളത്, നമുക്ക് ആ വസ്തുവിൽ നിന്ന് ആ ആകൃതിയെ മാറ്റാൻ കഴിയുന്നില്ല. അതേസമയം ആകൃതി മാറുന്നുണ്ട്. നമുക്കത് മാറ്റാൻ കഴിയത്തില്ല. പിണ്ഡം, ഉരുണ്ടിരിക്കുന്ന മണ്ണ്, അതിൽ നിന്ന് ആകൃതിയെ മാറ്റിക്കളയുക അത് നമുക്ക് സാധ്യമല്ല. പക്ഷെ അതിനെ വേറെ രൂപത്തിലാക്കാം. ആദ്യം ആകൃതിയെ പ്രാപിച്ചിരുന്ന വസ്തു അതേ വസ്തുവിന്റെ മറ്റൊരാകൃതിയെ പ്രാപിക്കുന്നു. അവിടെ വസ്തുവാണ് നാനാരൂപങ്ങളെ പ്രാപിക്കുന്നത്. പക്ഷെ ആ വസ്തുവിൽ നിന്ന് ആകൃതി എടുത്തു മാറ്റാതെ എത്ര സമർത്ഥനായ ശില്പിയായാലും സാധ്യമല്ല. നമ്മളത് മുമ്പ് ചർച്ച ചെയ്തതാണ്. ശിലയും ശില്പവും. ശിലയിൽ നിന്ന് ശില്പത്തെ എടുത്തു മാറ്റാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവിടെ ആകൃതിക്ക് യാതൊരു പ്രാധാന്യമില്ല. സൃഷ്ടിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ആ ശില്പത്തിന് കലാമൂല്യമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ആ സൃഷ്ടി കാര്യകാരണ ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ അതിന് യാതൊരു മൂല്യമില്ല. അത് സ്ഥായിയല്ല. സ്ഥായിയല്ല എന്ന് പറഞ്ഞാൽ അതിനാണ് മിഥ്യ എന്ന് പറയുന്നത്. പക്ഷെ മൃത്ത് സത്യമാണ്. മൃത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അതുകൊണ്ട് അതിന്റെ ആകാരമല്ല, വസ്തുവാണ് കാരണമായിരിക്കുന്നത്. അസത്യത്വം സുവർണാദി ദ്രവ്യേ. ആ സുവർണാദി ദ്രവ്യങ്ങൾ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഘടരുചകാതിർ ന ജായതേ. ഈ പാത്രങ്ങളൊന്നും ഈ രൂപത്തിൽ കാണത്തില്ല. ഇത് സുവർണാദി ദ്രവ്യമേവ കാരണം. അതുകൊണ്ട് ആ വസ്തുവിനെ എടുക്കുക. ആകൃതിയെ വിട്ടിട്ട് വസ്തുവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയും. അങ്ങനെ ചിന്തിക്കില്ല. പക്ഷെ മാറിക്കൊണ്ടിരിക്കുന്ന ആ ആകൃതിക്ക് കാരണമായിരിക്കുന്ന മാറാതിരിക്കുന്ന എന്തോ അതാണ് വസ്തു എന്ന് ചിന്തിക്കുക. ആകൃതി മാറുന്നു. പല പാത്രങ്ങൾക്ക് പല ഷേപ്പ്. ആ മാറ്റങ്ങളിലെല്ലാം മാറാതിരിക്കുന്ന വസ്തു മൃത്ത്. അതുപോലെ സത്ത്, സദൈവ സൗമ്യതമഗ്ര ആസി. ആ സത്താണ് ഇവിടെ സർവത്ര അനുസ്യൂതമായിരിക്കുന്ന. ആ സത്താണ് നാനാരൂപങ്ങളെ പ്രാപിച്ചിരിക്കുന്നത്. ശബ്ദസ്പർശരൂപരസഗന്ധ സർവവും സത്തായി അനുഭവപ്പെടുന്നു.
ഭാവവും അഭാവവും പോലും സത്തായി അനുഭവപ്പെടുന്നു. അഭാവം അസ്തി എന്നിങ്ങനെ. നാസ്തി എന്ന് പറയുന്നിടത്ത് പോലും സത്തിന്റെ അനുഭവമാണ്. നാസ്തി അസ്തിത്വത്തെ പരിചയമില്ലാതെ നമുക്ക് നാസ്തി എന്ന് പറയാൻ കഴിയത്തില്ല. ഏതിനെ നിഷേധിക്കുന്ന അസ്തിത്വത്തെ? അപ്പൊ നിഷേധിക്കുന്ന ആദ്യം മുമ്പിൽ നിൽക്കണം. ഇനി ശൂന്യവാദം പറയുകയാണെങ്കിൽ അവരോട് ചോദിക്കും, എന്താ ശൂന്യമുണ്ടോ എന്ന് ചോദിക്കും. ഇവിടുന്ന് ശൂന്യമസ്തി. അപ്പൊ അസ്തിത്വം വന്നു. പിന്നെ എവിടെയാ ശൂന്യം? അപ്പൊ നിങ്ങളെന്താ ശൂന്യം എന്ന് പറയുന്നതിന്റെ താല്പര്യം അസ്തിത്വത്തിലാണ്. കാരണം ശൂന്യമസ്തി, ശൂന്യമുണ്ടെന്നാ പറയുന്നു. അപ്പോ അസ്തിത്വത്തിന് കൊടുക്കുന്ന മറ്റൊരു പേരാണ് ശൂന്യത. അവിടെ രണ്ടിനും വേർതിരിക്കാൻ കഴിയാതെ വരും. അപ്പോൾ ഒരാൾ പറയുന്നത് ഞാൻ ശൂന്യവാദിയാണ്, ഞാൻ ശൂന്യത്തെ അംഗീകരിക്കുന്നുള്ളൂ, സത്യം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ശൂന്യത്തെ അംഗീകരിക്കുന്നു ഉണ്ട്. ശൂന്യത്തെക്കുറിച്ച് എന്താ നിങ്ങളുടെ നിലപാട്? നാസ്തിന്നോ അസ്തിന്നോ? ശൂന്യവസ്തി. അപ്പൊ അത് തന്നെയാണ് അസ്തിത്വവാദം എന്ന് പറയുന്നത്. അപ്പൊ ശൂന്യവാദം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നും ഇല്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. പിന്നെ ആൾക്കാർ പറയുന്നത് ചിന്തിക്കാതെ ആലോചിക്കാതെ പറയുന്നു, ബോധമില്ലാതെ പറയുന്നു. ശൂന്യമാണ്, എല്ലാം ശൂന്യത്തിലാണ്. അത് ബുദ്ധൻ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളും പറയുന്നു എന്ന് പറഞ്ഞു. പല ആധുനിക ആചാര്യന്മാരും പറയുന്നുണ്ട് ശൂന്യമാണ്, ചിന്തിക്കാതെ പറയുന്ന. സർവം ഹി കാരണം കാര്യം ഉത്പാദയ പൂർവോത്പന്നസ്യ ആത്മകാര്യസ്യ തിരോധാനം കുറുവത് കാര്യാന്തരം ഉത്പാദയതി. അപ്പോൾ നാശത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ പറയുന്നത്. അത് ശൂന്യവാദികൾ പറയുന്ന ഒരു മുഖ്യ ഉദാഹരണമാണ്. വിത്തിൽ നിന്ന് വൃക്ഷം ഉണ്ടാകും. ശരി, വൃക്ഷം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വിത്തുണ്ടോ? അവിടെ ഇല്ല. വിത്തിനെന്താ സംഭവിച്ചത്? നശിച്ചു. അവർ ചോദിക്കും, ആ വൃക്ഷത്തിന് തൊട്ടു മുമ്പ് എന്താ സംഭവിച്ചത്? വിത്തായിരുന്നോ അതോ വിത്തിന്റെ നാശമാണ്? വിത്തെന്ന് പറയാൻ കഴിയില്ല, കാരണം വിത്തുള്ളപ്പോൾ വൃക്ഷമില്ല. വൃക്ഷമുണ്ടോ? ഉണ്ടായിരുന്നപ്പോൾ വൃക്ഷമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താ വൃക്ഷത്തിന്റെ തൊട്ടു മുമ്പിൽ വന്നത്? ആ വിത്തിന്റെ നാശം. നാശത്തിൽ നിന്നാണ് ഉണ്ടായത്. അതുപോലെ ആ ഉരുണ്ട ആകൃതി അത് നശിച്ചപ്പോഴാണ് പാത്രം വന്നത്. അതിന് നിഷേധിക്കുന്നത് ശരിയല്ല. പിന്നെ എന്താ അവിടെ സംഭവിക്കുന്നത്? മൃത്തെന്ന് പറയുന്ന ഒരേ ഒരു തത്വം, അത് നാനാ രൂപങ്ങളെ പ്രാപിച്ചിരിക്കുന്നു. അത് ഉരുണ്ടിരുന്നു. ആ ഉരുണ്ട ആകൃതിയാണ് അതിന്റെ കാര്യം. അത് മൃത്കാര്യം എന്ന് പറയും. മൃത്തിന് ഏത് രൂപത്തിലും ഇരിക്കാൻ കഴിയും. അങ്ങനെ എല്ലാ രൂപത്തിലും ഇരിക്കുന്ന മൃത്ത് വസ്തു, ആ ആകാരത്തെ രൂപത്തെ വിട്ടിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതായ അവസ്ഥ. ആകാരത്തെ വിട്ട് മൃത്തിനെ ചിന്തിക്കാൻ കഴിയത്തില്ല. ആ വസ്തുവാണ് കാരണം. പ്രപഞ്ചത്തിനും അങ്ങനെ തന്നെ ആ സത്ത്, അതാണ് കാരണം. പക്ഷെ സത്തിന്റെ ആകാരത്തെ വിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അത് സത്തിനെ സംബന്ധിച്ച് ഒരു പോരായ്മയാണ്. ഉണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കും, എന്തുണ്ടെന്നാ പറഞ്ഞത്? മേശയുണ്ട്, പുസ്തകമുണ്ട്. അങ്ങനെ ഒരു വസ്തുവിനോട് ചേർന്നേ നമുക്കതിനെ കൂടി ചിന്തിക്കാൻ പറ്റും. അതുപോലെ മൃത്തിനെ സംബന്ധിച്ച് ഒരു ആകാരത്തോടു കൂടി ചേർന്നേ ചിന്തിക്കാൻ പറ്റും. പക്ഷെ ആ മൃത്തിന്റെ സ്ഥായിത്വം ആകാരത്തിനില്ല. അതുകൊണ്ട് ഒരു ആകാരത്തെ അതിന്റെ കാര്യമായിട്ടെടുക്കാം, മൃത് കാര്യമായിട്ടെടുക്കാം. ഓരോ ആകാരത്തെയും മൃത് കാര്യമായിട്ടെടുക്കാം. കാര്യം എന്ന് വെച്ചാൽ ഉണ്ടാകുന്നതല്ലേ. അപ്പോൾ ഉരുള, അത് മൃത്തിന്റെ കാര്യമാണ്. കാരണം ആകൃതി, അതുകൊണ്ടാണ് ഇവിടെ
അനന്യത്വം എന്ന് പറയുന്നത് കാര്യകാരണങ്ങൾക്ക് അനന്യത്വം. വാസ്തവത്തിൽ അങ്ങനെ ഒരു കാര്യം മൃത്തിൽ നിന്ന് വേറെ ഉണ്ടോ? ഉരുള എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ? മൃത്ത് ഇത് ഉരുള, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും, വേർതിരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് കാര്യത്തെ വേർതിരിക്കാൻ കഴിയുന്നില്ല. കാര്യം കാരണത്തിൽ നിന്ന് വേറെയല്ല, കാര്യം കാരണത്തോട് അനന്യമാണ്, വേറെയാണെന്ന് കരുതിയാൽ ആ തോന്നലിന് കൊടുക്കുന്ന പേരാണ് മിഥ്യാത്വം. മിഥ്യ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊന്നുമില്ല. ആ സത്തിനെ തന്നെയാണ് പറയുന്നത്. ഈ ആകാരം എന്ന് പറയുന്നത് എന്താ? മണ്ണിന്റെ ആകാരം. മണ്ണല്ല വേറെ എന്തെങ്കിലും ആണോ? അപ്പൊ ആ മിഥ്യ എന്ന് പറയുന്നത് എന്താ? സത്യം തന്നെ, സത്ത് തന്നെ. എന്നാലും അതിനൊരു രൂപത്തിലിരിക്കാൻ കഴിയുന്നില്ല, പല പല രൂപത്തിൽ മാറിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. പൂർവോത്പന്ന ആത്മകാര്യസ്യ, മണ്ണ് ഒരു രൂപത്തിലിരുന്നു. കുലാലന്റെ പാത്രം ഉണ്ടാക്കുന്ന ആളുടെ കൈ കിട്ടിയപ്പോൾ അത് വേറെ രൂപത്തിലായി. അതിന് ആദ്യം മണ്ണിനെ എടുത്ത് ഏത് രൂപത്തിലേക്ക് അയാൾ മാറ്റിയോ അത് അതിന്റെ കാര്യം, ആത്മകാര്യം, മണ്ണിന്റെ കാര്യം. ശരി, അയാൾ അവിടെ നിൽക്കുന്നില്ല, വീണ്ടും അതിൽ പണി തുടരുകയാണ്. തുടരുമ്പോൾ തിരോധാനം കുറുവത്, ആ രൂപം മാറുന്നു, പിന്നെ വേറെ രൂപത്തെ വന്നു, പിന്നെ അത് മാറി വേറെ രൂപത്തെ വന്നു. ആ കുലാലന്റെ കരവിരുതിനനുസരിച്ച് മണ്ണിന്റെ നാനാരൂപങ്ങൾ മാറി 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 വരുന്നു. ഓരോ രൂപങ്ങളെയും നശിപ്പിച്ചിട്ട് പുതിയ രൂപത്തിൽ പോയി അതിൽ അവസാനം അതൊരു വലിയ കാലമായി മാറുന്നു. കുർവത് കാര്യാന്തരം ഉത്പാദേതി, പുതിയൊരു വസ്തു ഉണ്ടായി. ഇത്രയും അവിടെ സംഭവിക്കുന്നുള്ളൂ. അതിന്റെ ആകൃതിക്ക് മാറ്റം സംഭവിക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ സംഭവിക്കണം എന്നാലേ ഇതുണ്ടാകത്തുള്ളൂ. അപ്പോ ആ മണ്ണിൽ നിന്ന് ആദ്യം കേവലം പൊടിയായിരുന്നു, അതിൽ വെള്ളം ഒഴിച്ച് കുഴച്ച് പല രൂപങ്ങളാക്കി പല ഭാവങ്ങളാക്കി ആകൃതി ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു. മണ്ണ് മണ്ണായി തന്നെ ഇരിക്കുന്നു. ഇവിടെ എവിടെയാണ് നാശം എന്നാണ് ചോദിക്കുന്നത്. ഏത് നാശത്തിൽ നിന്നുണ്ടായെന്നാ പറയുന്നത്? എവിടെയാണ് നാശം സംഭവിച്ചത്? ശരി, മണ്ണ് നശിച്ചില്ല, ആകൃതി നശിച്ചെന്ന് പറഞ്ഞാലോ? മണ്ണ് നശിച്ചില്ല, അതിന്റെ ആകൃതി നശിച്ചു. ആ നാശം ആകൃതി നശിക്കുന്നില്ല. മണ്ണിൽ ഒരിക്കലും ആകൃതി നശിക്കുന്നില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം അങ്ങനെയാണെങ്കിൽ ആകൃതി ഇല്ലാത്ത മണ്ണിനെ കാണിച്ചു തരുക. ഇതാ ഈ മണ്ണിലെ ആകൃതി നശിച്ചുപോയി, ഈ ആകൃതി നശിച്ചു, ഇപ്പൊ വേറെ ആകൃതിയായി. ഇതിന്റെ ഇടയ്ക്ക് ആകൃതി ഇല്ലാത്ത മണ്ണ് അങ്ങനെയുണ്ടോ? ഉരുണ്ടിരുന്ന ആകൃതി പോയിട്ട് പരന്നു. ശരി, ഉരുണ്ടത് പരന്നു, ഇതിന്റെ ഇടയ്ക്ക് ഇപ്പോഴും ആകൃതി ഇല്ലാതിരുന്നു. അങ്ങനൊരു സ്ഥലം കാണിച്ചു തരാൻ പറ്റും. അതുകൊണ്ട് നാശത്തിൽ നിന്ന് മറ്റൊന്നുണ്ടായി എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരിക്കലും ആ മണ്ണ് ആകൃതി വിടുന്നില്ല. ഏതെല്ലാം രൂപത്തിലേക്ക് മാറിയാലും ശരി, ആകൃതി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഒന്നും നശിച്ച് വേറെ ഒന്നുണ്ടാകുന്നു എന്നുള്ളതല്ല. എന്തുകൊണ്ടത് മണ്ണാണ്, ആകൃതി മണ്ണാണ്. അതുകൊണ്ടാണ് പറയുന്നത് സത്ത് നിത്യമാണ്. ഈ സത്ത് നാനാരൂപഭാവങ്ങളെ പ്രാപിക്കട്ടെ, അത് അവ്യാകൃതമായിരിക്കും, വ്യാകൃതമായിരിക്കും. സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പറയാം അത് അവ്യാകൃതമായിരുന്നു. ജാഗ്രത സ്വപ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് അത് വ്യാകൃതമായിരുന്നു. അത് അവ്യാകൃതമായിരുന്നാലും ശരി, വ്യാകൃതമായിരുന്നാലും ശരി, ഇതിൽ നാശമെന്ന് പറയുന്നൊന്നും സംഭവിക്കുന്നില്ല. സത്തിനൊരിക്കലും നാശം സംഭവിക്കത്തില്ല. അതുകൊണ്ട് ശൂന്യം എന്ന് പറയുന്ന ഒന്നില്ല. നാശമില്ലെങ്കിൽ ശൂന്യമില്ല. പിന്നെങ്ങനെ ഞാൻ ശൂന്യവാദിയാണ് എന്നൊരാൾക്ക് എങ്ങനെ പറയാൻ കഴിയും? പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ സത്താവാദിയാണ്, ഞാൻ സത്തിനെയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. കാര്യസ്യ തിരോധാനം കുറവ്. അത് പറയും നശിക്കുന്നു എന്നൂടെ പറയുന്നില്ല. ഭാഷകാരൻ വളരെ കരുതിക്കൂട്ടിയാണ് വാക്ക് ഉപയോഗിക്കുന്നത്. ആദ്യം അത് രണ്ട് രൂപത്തിലായിരുന്നു, അതിന് തിരോധാനം ചെയ്തു എന്ന് പറഞ്ഞാൽ മറ്റൊന്നായിട്ട് മാറുന്നു. അതവിടെ ഇല്ല, മറ്റൊന്ന് മാറുന്നു. പരന്ന രൂപത്തിലായി, നീണ്ട രൂപത്തിലായി, രൂപങ്ങൾ മാറി മാറി വരുന്നു.
ഒന്ന് കണ്ണിന് മുമ്പിൽ നിന്ന് മറയുമ്പോൾ ആ സ്ഥാനത്ത് വേറൊന്ന് വരുന്നു. എപ്പോഴും ഒന്ന് കണ്ണിന് മുമ്പിൽ കാണും. അത് അതിന്റെ സ്വഭാവമാണ്. അതിന് മാറ്റം സംഭവിക്കത്തില്ല. അതാണ് കഴിഞ്ഞ ദിവസം അനാദിരനന്തോയം. ഈ സൃഷ്ടി അനാദി അനന്തമാണ്. ഈ നാമരൂപങ്ങൾ സദാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇത് അവ്യാകൃതമായിരിക്കും. ഈ രണ്ടവസ്ഥയേ ഉള്ളൂ. ഒന്നുകിൽ ഇത് വ്യാകൃതമായിരിക്കും, അല്ലെങ്കിൽ അവ്യാകൃതമായിരിക്കും. ഒരു രൂപം മാറി വേറെ രൂപം മാറും. അല്ല, ഇതില്ലാതാകുന്നില്ല. ചില ചോദിക്കും, പ്രപഞ്ചം നശിക്കുമോ എന്ന് ചോദിക്കും. നാശം എന്ന് പറയുന്ന ഒന്നില്ലല്ലോ. എന്നുവെച്ചാൽ പ്രപഞ്ചത്തിന് ശൂന്യത വരുമോ എന്നാണ് ചോദിക്കുന്നത്. ശൂന്യത എന്ന് പറയുന്ന ഒന്നില്ലല്ലോ. അല്ല, ഇതൊന്നും കാണാതിരിക്കുക, അതിനാണ് അവ്യാകൃതം എന്ന് പറയുന്നത്. അത് ശൂന്യതയല്ല. അത് പ്രപഞ്ചം മറ്റൊരു രൂപത്തിയിരിക്കുന്നു എന്നേ ഉള്ളൂ. വീണ്ടും അത് വ്യാകൃതമാകുന്നു. ജാഗ്രതും സുഷുപ്തിയും പോലെ. ഈ വർഷമുള്ള പ്രപഞ്ചം നശിക്കുന്നു. 2012. നാശം സംഭവിക്കത്തില്ല. നാശം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ശൂന്യത. ശൂന്യത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്ത്. ഇത് പ്രപഞ്ച സത്താണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന് നാശമില്ല, ഇല്ലായ്മയില്ല പ്രപഞ്ചത്തിന്. ഇവിടെ പലതും നശിക്കുന്നുണ്ടല്ലോ. ഇന്നലെ കണ്ടവരെയൊന്നും ഇന്ന് കാണുന്നില്ല. രൂപാന്തരം പ്രാപിക്കുന്നതേ ഉള്ളൂ. ഒരു രൂപത്തെ വിട്ട് വേറെ രൂപത്തെ പ്രാപിക്കുന്നു. അത്രമാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതാണ് ആത്മകാര്യസ്യ തിരോധാനം കുറവ്. ആദ്യം ഒരു രൂപം ഉണ്ടായി, അതിനെ മറച്ചിട്ട് കാര്യാന്തരം വേറൊരു കാര്യത്തെ ഉണ്ടാക്കുന്നു. ഇത്രയേ ഉള്ളൂ. പാത്രങ്ങളായാലും എന്തായാലും ശരി. ഏകസ്മിൻ കർണ ഏകപത് അനേക കാര്യവിരോധം. പക്ഷെ ഇവിടെ ഒന്നുണ്ട്. എന്താണ്? ഒരു കാരണത്തിൽ നിന്ന് ഒരേ സമയം പല കാര്യങ്ങളുണ്ടാകാൻ പറ്റത്തില്ല. അതെന്തോ സൃഷ്ടിയിൽ അങ്ങനെ ഒരു വിശേഷത കാണുന്നുണ്ട്. എന്താ അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ സൃഷ്ടാവ് ചെയ്തു വെച്ചതെന്നേ പറയാൻ പറ്റും. അത് ഈ കാണുന്നവനത് ഇടപെടാൻ പറ്റത്തില്ല. സൃഷ്ടിയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. കാണുന്നവനൊന്നും ഇനി കൈകടത്താൻ ഒക്കത്തില്ല. അത് സൃഷ്ടാവിന്റെ പൂർണ്ണമായ അധീനത്തിലാണ്. കാണുന്നവനെന്ന് വെച്ചാൽ ഇതിന്റെ ഭോക്താവ്. അതില് അവനധികമൊന്നും കൈകടത്താൻ ഒക്കത്തില്ല. കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ. സംവിധായകൻ എല്ലാം ചെയ്തു വെച്ചു. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുന്നവന് അധികം ഒരു സംവിധാനം ചെയ്യാൻ ഒക്കത്തില്ല. പറ്റുമോ? സീരിയൽ നമുക്ക് സംവിധാനം ചെയ്യാൻ പറ്റും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അത് നേരത്തെ തന്നെ ആരോ സംവിധാനം ചെയ്തിരിക്കുകയാണ്. വേണമെങ്കിൽ കാണാതിരിക്കാം, കണ്ണടയ്ക്കാം. പക്ഷെ അതിനിടപെടാൻ ഒക്കത്തില്ല. അപ്പൊ സൃഷ്ടി പൂർണ്ണമായും ആ സൃഷ്ടാവിന്റെ നിയന്ത്രണത്തിലും അധീനത്തിലുമാണ്. അത് ഈശാവാസ്യത്തിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്. ഒരു പുല്ലിനെ പോലും ചലിപ്പിക്കാൻ ഇന്ദ്രാദി അണിമാദി ഐശ്വര്യങ്ങളുള്ള ദേവന്മാർ കൂടി കഴിയുന്നില്ല. നൈന യുദ്ധദശകത്ത് കഴിഞ്ഞില്ല അവിടെ പറയുന്നത്. അതുകൊണ്ട് സൃഷ്ടിക്ക് അങ്ങനെ ചില വിശേഷതകളുണ്ട്. ഏകസ്മിൻ കാരണേ ഒരു കാരണത്തിൽ അത് എങ്ങനെയാ പറയുന്നത്? ഒരു പിടി മണ്ണെടുക്കുക, കുലാലന്റെ കൈ കൊടുക്കുക. ഒരാളോട് പറയുന്നത്, എനിക്ക് ഒരു പിടി മണ്ണിൽ നിന്ന് ഈ ഒരു പിടി മണ്ണ് ഉപയോഗിച്ച് ഒരു ചട്ടിയും ഒരു കലവും ഒരു കുടവും മൂന്നും ഉണ്ടാക്കി തരണം. ആ മണ്ണിനെ വിഭജിക്കാൻ പാടില്ല.
ഈ മൂന്ന് സാധനത്തിലും മണ്ണ് തുല്യ അളവിലുണ്ടായിരിക്കും വേണം. വിഷമിക്കും. വേണമെങ്കിൽ അതിനെ മൂന്നായി ഭാഗിച്ചിട്ട് മൂന്ന് സാധനം ഉണ്ടാക്കാം. അത് പാടില്ല. ആ ഒരു പിടി മണ്ണിൽ നിന്ന് മൂന്നും ഉണ്ടാകണം. ഒരേ സമയം ഉണ്ടാക്കി വേണം. ഒന്നിലും മണ്ണിന് കുറവ് വരാനും പാടില്ല. അതാണ് യുഗപത് അനേക കാര്യ സൃഷ്ടി എന്ന് പറയുന്നത്. അത് സാധിക്കത്തില്ല. അതിനുള്ള സ്വാതന്ത്ര്യമില്ല കുലാലിന്. കുലാൽ വിചാരിച്ച ഒരു പിടി മണ്ണിൽ നിന്ന് ഒരു പാത്രം ഉണ്ടാക്കാം. വീണ്ടും നിർബന്ധിക്കുകയാണെങ്കിൽ ആൾ ആ പാത്രത്തിനെ ഉടച്ച് പൊട്ടിച്ച് അരച്ച് വീണ്ടും മണ്ണാക്കി അതിൽ നിന്ന് വേറൊരു പാത്രം ഉണ്ടാക്കും. പിന്നെ വീണ്ടും ഇതൊക്കെ ആവർത്തിച്ചാൽ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. പക്ഷെ യുഗപത് അനേക കാര്യം ഒരിക്കലും സംഭവിക്കത്തില്ല. അതുകൊണ്ട് മണ്ണിനെ സംബന്ധിച്ച് ഒരു കാര്യമേ ഉള്ളൂ. സത്തിനെ സംബന്ധിച്ച് ഒരു കാര്യമേ ഉള്ളൂ, നാമരൂപം. ഒറ്റ കാര്യം മാത്രം. വേറെ കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിച്ചില്ല. സൃഷ്ടി എന്ന് പറയുന്നത് നാമരൂപമല്ല, വേറൊന്നും ഉണ്ടായിട്ടില്ല. ഈ നാമരൂപങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു നാമം പോയി വേറൊരു നാമം, ഒരു രൂപം പോയി വേറെ രൂപം. അതുപോലെ ആ മണ്ണുരുളയിൽ നിന്ന് ആദ്യം ഉരുണ്ടിരുന്നു, പിന്നെ പരന്നു വന്നു, പിന്നെ നീണ്ടു വന്നു. ഒരു സമയത്തൊന്നു മാത്രം, രണ്ട് പറ്റത്തില്ല. ഇത് സൃഷ്ടിയിൽ മൊത്തമുള്ള ഒരു വിശേഷതയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സൃഷ്ടിയിൽ എവിടെ ശൂന്യത? അതൊരു സമയത്ത് ഒന്നായിരിക്കും. അടുത്ത ക്ഷണത്തിൽ മറ്റൊന്നാകാം, അതിന്റെ അടുത്ത ക്ഷണത്തിൽ മറ്റൊന്നാകാം. ഏതെങ്കിലും ഒന്നായിരുന്നേ പറ്റൂ. അതിന് ശൂന്യത സാധ്യമല്ല. അതുകൊണ്ട് ഒരാകൃതി നശിച്ച് വേറൊരു ആകൃതി ഉണ്ടായി. ഇതിന്റെ രണ്ടിനും ഇടയ്ക്കൊരു നാശം എന്നൊക്കെ പറയുന്നത് അസംബന്ധമാണ്. ശൂന്യവാദത്തിൽ നിൽക്കാൻ കഴിയത്തില്ല. എന്നുവെച്ചാൽ പൂർവ്വ കാര്യ ഉപമർദ്ദേ കാരണസ്യ സ്വാത്മോപവൃദ്ധോ ഭവതി. ഇത് എവിടെയെങ്കിലും വെച്ച് മണ്ണിന്റെ ഒരു ആകൃതി ഉണ്ടായി, അതൊക്കെ നശിച്ചു, മറ്റൊരാകൃതിയിലേക്ക് വന്നു. നശിച്ചു എന്ന് വെച്ചാൽ അതിനൊരു മാറ്റം വന്നു. നാശം എന്നുള്ള വാക്ക് ഉപയോഗിക്കും, പക്ഷെ നമ്മളത് മാറ്റം എന്നുള്ള രീതിയിലെടുക്കണം. അങ്ങനെ വരുന്ന ഒരിടത്തും ഈ വസ്തു നശിക്കുന്നതായി കാണുന്നില്ല. ആ വസ്തു നശിച്ചിരുന്നെങ്കിൽ ശരി, പറയാം ശൂന്യത്തിൽ നിന്ന് വന്നു. ഇവിടെ ആദ്യം ചിന്തിച്ചത് ആകൃതി നശിക്കുന്നുണ്ടോ എന്നാണ്. ആകൃതി നശിക്കുന്നില്ല. ആകൃതി ഒന്ന് മാറി വേറൊന്നു. ആകൃതി നശിക്കുന്നില്ല എന്നുള്ള എനിക്ക് പറഞ്ഞു. കാരണം ആകൃതി ഇല്ലാത്ത സമയമില്ല. വസ്തു നശിക്കുന്നുണ്ടോ? വസ്തുവിനും നാശമില്ല. പാത്രം ഉടഞ്ഞു, മണ്ണ് നശിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഉടഞ്ഞു കിടക്കുന്നത് മണ്ണാണ്. രൂപാന്തരം പ്രാപിക്കുന്നതേ ഉള്ളൂ. ഏറ്റവും സൂക്ഷ്മമാക്കിയാലും ശരി, അത് സൂക്ഷ്മരൂപത്തെ നിലനിൽക്കും. മണ്ണിനെ വിഭജിച്ച് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പരമാണുക്കളാക്കിയാലും അത് പരമാണുവായി നിലനിൽക്കും. അതിനെ വിഭജിച്ച് അതിന് സൂക്ഷ്മമായ ഈ ഇതിന്റെ എണ്ണം മറ്റെന്തെങ്കിലും ഒരു രൂപാന്തരത്തിൽ നമുക്കറിയാൻ വയ്യാത്ത എന്തെങ്കിലും ഒരു ഊർജ രൂപത്തിലോ എന്തെങ്കിലും ഒരു തരത്തിലോ നിലനിൽക്കും. അപ്പോൾ കാര്യനാശത്തിൽ വസ്തുനാശം സംഭവിക്കുന്നില്ല. കാര്യനാശം കാര്യപരിണാമമാണ്. പിന്നെ വസ്തുനാശമെന്ന് നമ്മൾ കരുതും വസ്തുവിന്റെ പരിണാമമാണ്. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചകാരണമായ സത്ത നാശം സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് സുഷുപ്തിയെ നിഷേധിക്കാൻ കഴിയാത്തത്. സുഷുപ്തിയിൽ ഒന്നും അറിയുന്നില്ല, അവ്യാകൃതമാണ്. അവിടെ പ്രപഞ്ചത്തിന്റെ ശൂന്യതയാണ് എന്ന് പറയാം. എന്നുവെച്ചാൽ പ്രപഞ്ചത്തിന്റെ ആകൃതി മാറി അവ്യാകൃത ആകൃതിയിലേക്ക് മാറി. അവ്യാകൃത ആകൃതി എന്താണ്? കേവല സത്ത് തന്നെ.
നമ്മുടെ അനുഭവത്തിൽ ജാഗ്രത ചിന്തിക്കുമ്പോൾ പറയുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ തന്നെയായിരുന്നു, ഒന്നും അറിയാതിരുന്നവൻ ഞാൻ തന്നെ. അതിനെ നിഷേധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനെന്ന് പറയുന്നത് എന്തിനാ സത്തെ? ഇവിടെ ഞാനെന്ന് പറയുന്നത് എന്തിനാ സത്തെ നിഷേധിക്കാൻ കഴിയുന്നില്ല. അതാണ് ശൂന്യവാദത്തെ നിഷേധിക്കുന്നതിന്റെ യുക്തി. എന്തിനിത്രയും വിശദമായി ഇത് ചർച്ച ചെയ്യുന്നു? ഇന്നും ഒരുപാട് പേര് ശൂന്യവാദികളുണ്ട്. അതുകൊണ്ടാണ് അന്ന് ഇത്രയും വിശദമായി ചർച്ച ചെയ്തെങ്കിൽ ഇന്ന് അതിലും കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. തസ്മാത് പിണ്ഡാദ്വിമൂർത്തി കാര്യോത്പത്തി ദർശനം അഹേതു പ്രാഗുത്പത്തേ കാരണാസത്വേ. തസ്മാത് പിണ്ഡാദ്വിമൂർത്തേ, പിണ്ഡനാശം എന്നുവെച്ചാൽ ഒന്ന് മാറി മറ്റൊന്നാകുക. അത് സ്വീകരിക്കാതെ അത് നശിക്കുന്നു, നശിച്ചിട്ട് കാര്യോത്പത്തി എന്ന് പറയുന്ന നിങ്ങളുടെ ചിന്താഗതി അഹേതു, അതിന് യാതൊരു യുക്തിയില്ല. ഒന്ന് നശിച്ച് മറ്റൊന്നുണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ സ്ഥൂലമായി പറയും. ഒന്ന് നശിച്ച് മറ്റൊന്നിന് വളമാകുന്നു എന്നൊക്കെ പറയാം. അതൊക്കെ സ്ഥൂല ദൃഷ്ടിയിൽ, തത്വചിന്തയുടെ ദൃഷ്ടിയിലല്ല. തത്വത്തെ ഒരിക്കലും സ്ഥൂല ദൃഷ്ടി സ്വീകരിക്കരുത്. മറ്റേ സ്വാമി പറഞ്ഞു അത് ശൂന്യമാണെന്ന്, അതുകൊണ്ട് ഞാനും പറയുന്നു, അങ്ങനെ സ്വീകരിക്കരുത്. ഇന്ന ആചാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന ഗുരു പറഞ്ഞു, അതുകൊണ്ട് സ്വീകരിക്കുന്നു. തത്വത്തെ സംബന്ധിച്ച് അങ്ങനെ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ സ്വീകരിക്കാം, വ്യാവഹാരികമായ കാര്യങ്ങളെക്കുറിച്ച് പറയാം, വേണമെങ്കിൽ സ്വീകരിക്കാം. കാട്ടിപ്പോയപ്പോൾ അവിടെ ഒരു ആനയെ കണ്ട് ഇവിടെ ഒന്ന് പറയുകയാണ്, ഞാൻ കാട്ടിലൊരു ആനയെ കണ്ട്. ചിലപ്പം വെടിയായിരിക്കും, ചിലപ്പോൾ സത്യമായിരിക്കും, ഏതായാലും സ്വീകരിക്കും. ശ്രദ്ധയുള്ളവൻ ശുദ്ധാത്മാവാണെങ്കിൽ പറയും കണ്ടത്, കാണാതെ കള്ളം പറയാൻ വഴിയില്ല, ശരിയായിരിക്കും. ആ ശ്രദ്ധ കൊണ്ട് സ്വീകരിക്കുന്നത്. അപ്പൊ കേവല ശ്രദ്ധ കൊണ്ട് ഏത് അസംബന്ധത്തെ സ്വീകരിക്കും. പക്ഷെ തത്വചിന്തയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കേവല ശ്രദ്ധ കൊണ്ടല്ല അവിടെ ചിന്തയ്ക്ക് ബോധ്യപ്പെടുന്നതേ അംഗീകരിക്കാവൂ. അതുകൊണ്ടാണ് അതിനെ തത്വം എന്ന് പറയുന്നത്. വാസ്തവം, പരമാർത്ഥം, പരമാർത്ഥത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. പരമാർത്ഥമല്ലാത്തതിനെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? അതുകൊണ്ട് ശൂന്യവാദം എന്ന് പറയുന്ന ഒരു തത്വവാദമാണെങ്കിൽ അത് പരിശോധിക്കുന്നു, അങ്ങനെ ഒന്നും ശരിയാകുമോ എന്ന്. ഭാഷകാരൻ പറഞ്ഞതുപോലെ ശ്രദ്ധാലുക്കൾ, ശ്രദ്ധയുള്ളവർ വഴിതെറ്റാതിരിക്കാൻ വേണ്ടി ഇത് പറയുന്നു. അല്ലെങ്കിൽ ഇനി വഴി തെറ്റിയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. അതല്ലേ ശങ്കരാചാര്യ ചരിത്രത്തിൽ പറയും. കഥയായിരിക്കും. ആരൊക്കെ ഏറ്റുമുട്ടി അവരെല്ലാം ശിഷ്യന്മാരായി. എന്നുവെച്ചാൽ വഴി തെറ്റിയവരെല്ലാം തന്റെ വഴിക്ക് കൊണ്ടുവന്നു. അതാണ് ചിന്തയുടെ പ്രയോജനം. അപ്പോൾ അത് ശരിയാണ്. എന്നാൽ പിന്നെ അത് സ്വീകരിക്കാം എന്ന് വരും. കാരണം ആത്യന്തികമായി ഈ അന്വേഷണം എവിടെ എന്തിനു വേണ്ടിയാ? സത്യം അറിയണം, അതിനു വേണ്ടിയിട്ടാണ്. ശ്രദ്ധാജാഠ്യം, അതുകൊണ്ട് സത്യത്തെ മറയ്ക്കാൻ പാടില്ല തത്വചിന്തയിൽ. യുക്തിപൂർവ്വം പരിശോധിച്ചിട്ട് സ്വീകരിക്കാവൂ. അങ്ങനെയൊന്നും ആർക്ക് ശൂന്യത്തെ സ്വീകരിക്കാൻ പറ്റും? അതുകൊണ്ട് തസ്മാത് പിണ്ഡാദ്വിമർദ്ദേ കാര്യോത്പത്തി ദർശനം അഹേതു. നിങ്ങൾ പറയുന്നതിന് യാതൊരു യുക്തിയുമില്ല. പ്രാഗുത്പത്തി കാരണാസക്തി, ഉത്പത്തിക്ക് മുമ്പ് കാരണമില്ല എന്ന് പറയുന്നതിന് എന്നാണ്. പക്ഷേ ഇതിനകത്തൊരു തകരാറുകൂടെയുണ്ട് ഈ ചർച്ചയ്ക്ക്, തത്വചിന്തയ്ക്ക്, വിചാരത്തിന്. എന്തെങ്കിലും കാരണവശാൽ നമ്മളൊരു ആശയത്തെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അത് ശരിയാണ് എന്ന് കുറെ കാലം ധരിച്ചു വെച്ചു കഴിഞ്ഞാൽ ഇനി വേറൊരാളതിനെ യുക്തിയുക്തമായി ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും ഒരുപക്ഷെ മനസ്സിലത് ബോധ്യപ്പെട്ടാലും അംഗീകരിക്കാനൊരു വൈഷമ്യം വരും. അത് തത്വചിന്തയുടെ വിഷയമല്ല, അഹന്തയുടെ വിഷയമാണ്. അഹന്ത സമ്മതിക്കത്തില്ല. എന്നാലും അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റും. ഇത്രയും കാലം ഇത് ശരിയെന്ന് വിചാരിച്ചിരുന്ന കാര്യം
എന്തോ തനിക്ക് നഷ്ടപ്പെടും എന്ന് കരുതുന്നു. തന്റെ അഹന്ത നഷ്ടപ്പെടും. അഹന്തയെ ആശ്രയിച്ചിട്ടാണല്ലോ ഇതെല്ലാം നടത്തുന്നത്. അതുകൊണ്ട് ഇത്രയും വ്യക്തമായി കാര്യം ഇന്നതാണെന്ന് പറഞ്ഞാലും ആ ബുദ്ധി സമ്മതിക്കത്തില്ല. വീണ്ടും മനസ്സിൽ ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പ്രപഞ്ചകാരണം സത്താണ്, പ്രപഞ്ചം സദാത്മകമാണ്, ആത്മീയവേദം സർവം. എത്ര കാലം കൊണ്ട് കേൾക്കാൻ തുടങ്ങി? ബുദ്ധി എന്തെങ്കിലും ഇത് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലും ബുദ്ധി അംഗീകരിക്കത്തില്ല. ബുദ്ധി ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ശരിയാകത്തില്ല. അപ്പൊ വീണ്ടും ഇത് ആവർത്തിക്കേണ്ടി വരും. പുതിയ പുതിയ യുക്തികളിലൂടെ തന്നെ വീണ്ടും അതിനെ സമർത്ഥിക്കേണ്ടി വരും. മനനം തുടരേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും വരുന്നത്. ഭാഷ്യകാരൻ എന്തിനത് ഇങ്ങനെ ചെയ്യണം എന്ന് ചോദിക്കും. ഈ ചർച്ച അങ്ങ് അവസാനിപ്പിച്ചുകൂടെ? അവസാനിപ്പിക്കാം. പക്ഷെ ആദ്യം പറയണം, ഇത്രയും കാലം ഈ ചർച്ച ചെയ്തുകൊണ്ട് തനിക്ക് എന്താ ഗുണമുണ്ടായത്? ഗുണമുണ്ടായെന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ എഴുന്നേറ്റ് നടന്നേക്കുക. ഇതിവിടെ ആവശ്യമില്ല. ഗുണമില്ലെങ്കിൽ ഇരുന്നേ പറ്റൂ, വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ തുടരുന്നത്. വീണ്ടും ബുദ്ധി ചോദ്യങ്ങൾ ചോദിക്കുന്നു. അംഗീകരിക്കാൻ വൈഷമ്യമുണ്ട്. അത് തന്റെ അസ്തിത്വമായിട്ടങ്ങ് താതാത്മ്യം പ്രാപിച്ചു പോയതാണ്. തന്റെ ആശയങ്ങളെ ഹനിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യയാണ്. തന്നെ തന്നെ ഹനിക്കുകയാണ്. അതിനാരാ തയ്യാറാകുന്നു? സത്യം ബോധ്യപ്പെട്ടെന്നതിന് സ്വീകരിക്കാൻ പ്രയാസം വരും. അതുകൊണ്ട് ശൂന്യവാദി വീണ്ടും ചോദ്യമായിട്ട് വരും. എന്താണോ? പിണ്ടാതി വ്യതിരേകീണ മൃതാദി രസത്വാദ് അയുക്തമിതി. എന്തായാലും തത്വചിന്തയ്ക്ക് ഇറങ്ങി പുറപ്പെട്ട ഒരാള് ബുദ്ധിശൂന്യനായിരിക്കില്ല. അവർ ചോദിക്കുന്നു, നിങ്ങളെന്തായി പറയുന്നത്? മണ്ണിനെ കാണുമെങ്കിൽ ഒന്നിൽ അത് ഉരുണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് പരന്നിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് നീളത്തിലിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് പൊടിയായിരിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു രൂപത്തിലല്ലാതെ മണ്ണിരിക്കുന്നില്ലല്ലോ. അപ്പൊ പിണ്ടരൂപത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലല്ലാതെ മണ്ണില്ല. അങ്ങനെ ഒരു സാധനമില്ല. അതേതെങ്കിലും ഒരു രൂപത്തിലേ ഇരിക്കും. അത് തന്നെയാണ് മണ്ണ്. അതിനങ്ങനെ വേർതിരിക്കാൻ കഴിയില്ലെങ്കിൽ ആ രൂപത്തിന്റെ ഇല്ലായ്മ, ആകൃതിയുടെ ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന്റെ തന്നെ ഇല്ലായ്മയാണ്. അല്ലെങ്കിൽ നിങ്ങൾ വേർതിരിച്ച് കാണിച്ചിരുന്നു, എന്താ ഇത് മണ്ണ്, ഇതതിന്റെ ആകൃതി. അങ്ങനെ വേർതിരിക്കാൻ കഴിയുന്നില്ലല്ലോ. കൊണ്ട് പിണ്ടാതി വ്യതിരേകീണ മൃതാദേഹ അസത്വ, അങ്ങനെ അത് അനുഭവപ്പെടുന്നു. ഇവിടെ പ്രത്യക്ഷത്തെ ആശ്രയിച്ചാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ച് കാട് കയറുന്നു. വസ്തുനിഷ്ഠമായി പ്രത്യക്ഷത്തെ മുൻനിർത്തി ചിന്തിക്കുന്നു. മുമ്പിലെന്താ കാണുന്നു? ചിന്തയിൽ പല മനക്കോട്ടയും കിട്ടാം, പക്ഷെ അത് വസ്തുനിഷ്ഠമായിരിക്കും. ഈ ആകൃതിയിൽ നിന്ന് മണ്ണിനെ വേർതിരിച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പൊ ആകൃതി നശിച്ചെന്ന് പറഞ്ഞാൽ മണ്ണിന്റെ നാശം തന്നെ എന്ന് പറഞ്ഞാലോ എളുപ്പമായില്ലേ കാര്യം. ഇവിടെ നിങ്ങൾ പറയുന്നത് ശരിയല്ല. കാര്യം നശിച്ചാലും കാരണം നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ശരിയില്ല. എന്നാണെങ്കിലോ പറയുന്നത് ശരിയല്ല. നീ ഒന്നുകൂടി ചിന്തിക്കും, എന്തുകൊണ്ട് പറയുന്നു കാരണം നശിക്കുന്നില്ല എന്ന്. പിണ്ടാതി പൂർവകാര്യ ഉപമൃതേ മൃതാദി കാരണവും വർദ്ധ്യത. ഇത് പാത്രം നശിച്ചാലും കലത്തെ തറയിലെടുത്ത് അടിച്ച് പൊട്ടിച്ചാലും മണ്ണ് നശിക്കുന്നില്ലല്ലോ. തിരിച്ചു ചിന്തിക്ക്, നേരായ വഴിക്ക് ചിന്തിക്ക്, തലതിരിഞ്ഞ് ചിന്തിച്ചാൽ അത് ശരിയാകും. പിണ്ടാതി പൂർവകാര്യ ഉപമൃതേഹി, ആദ്യം അത് ഉരുണ്ടിരുന്നു, അത് പോയി, പിന്നെ പരത്തി, അത് പോയി, അങ്ങനെ പൂർവ്വ കാര്യങ്ങളെല്ലാം നശിക്കുന്നു. പക്ഷെ മണ്ണ് നശിക്കുന്നില്ല. അവസാനം അത് പാത്രമായി മാറുന്നു.
അപ്പോ പലതും നീ നശിച്ചു എന്ന് പറയുന്നിടത്തും നശിക്കാത്ത മണ്ണുണ്ടായിരുന്നു. ബുദ്ധി തിരിഞ്ഞു പോകുന്നതിനൊരു ചെറിയൊരു ക്ഷണം മതി മറിച്ച് ചിന്തിക്കുന്നതിന്. ബുദ്ധി നേരെ നിർത്തി ചിന്തിക്കണം എന്ന് പറയുന്നത്. കാര്യം നശിക്കുന്നു എന്ന് പറയുന്നത് അംഗീകരിക്കാം, ശരി. മാറ്റം വരുന്നു, അതിന് വേണമെങ്കിൽ നാശമെന്ന് വിളിച്ചോ. പക്ഷെ അവിടെ മറുത്ത് നശിക്കുന്നില്ല. ഘടാതി കാര്യാന്തരേ അനുവർത്തതേ. എന്തുകൊണ്ട്? ഉരുളയിൽ മണ്ണുണ്ടായിരുന്നു, പരന്നിരുന്ന് മണ്ണുണ്ട്, നീണ്ടപ്പം വരുന്നുണ്ട്, ഓരോ സ്ഥലത്തും മണ്ണുണ്ട്, പാത്രമായപ്പോഴും മണ്ണുണ്ട്. അനുവർത്തി, ഇതാണ് പ്രത്യക്ഷമായി കാണുന്നത്. അനുഭവത്തിൽ നിർത്തി തന്നെ ചിന്തിക്കാം, മണ്ണിന്റെ അഭാവം ഇല്ല. അങ്ങനെയാണെങ്കിൽ സത്തിന്റെ അഭാവമില്ല. സത്തിന്റെ അഭാവത്തിന്റെ അനുഭവമില്ല. അനുഭവമുണ്ടോ? അവിടെ സത്തുണ്ട്. അനുഭവം തന്നെ സ്വയം സത്താണ്. സത്തിന്റെ അഭാവത്തെ അനുഭവിക്കാൻ കഴിയത്തില്ല. ഇതൊന്നുമില്ലായിരുന്നാലും മണ്ണായിരിക്കും, ഇതൊന്നുമില്ലായിരുന്നാലും അവിടെ സുഷുപ്തനായിരിക്കും. അവിടെ പറയേണ്ടി വരും, ഞാൻ സുഷുപ്തനായിരുന്നു. ഞാനെന്ന് പറയുമ്പോൾ എന്റെ സത്യം അംഗീകരിക്കുകയാണ്. പിന്നെ എവിടെ ശൂന്യം? പുറത്തും എങ്ങനെ ശൂന്യമാകും? എന്താന്നർത്ഥം? ഘടാതി കാര്യാന്തരെ പനോടത്തെ ഏത് ദൈവത്വം. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഈ ശൂന്യത ശരിയില്ല. പിണ്ടഘടാതി വ്യതിരേകേണ മൃതാദി കാരണസ്യ അനുലംബ. തിരിച്ചാണ് ഇവിടെ ശൂന്യവാദി പറയുന്നത്. സിദ്ധാന്തി എന്താണ് പറയുന്നത്? മണ്ണിൽ നിന്ന് വേറിട്ടൊരാകൃതിയില്ല, അതുകൊണ്ട് മണ്ണ് സത്യമാണ്. അവർ പറയുന്നത് ആകൃതിയിൽ നിന്ന് വേറിട്ട് മണ്ണില്ല. തിരിച്ചു പറയുന്നു. ഇതിന് കാണുന്നില്ല ഓരോ രൂപങ്ങൾ, ആ രൂപത്തിൽ നിന്ന് വേറിട്ട് മണ്ണില്ല എന്നാണ്. കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നും, ചിന്തിച്ചാൽ ശരിയല്ല. പിണ്ട ഘടാതി വ്യതിരേകണം മൃതാദി കാരണത്തെ അനുലംബ. അനുഭവത്തെ വെച്ച് ചിന്തിക്കുക. ആകൃതിയില്ലാതെ മണ്ണുണ്ടോ? ഏതെങ്കിലും ഒരു ആകൃതിയല്ലേ ഇരിക്കത്തുള്ളൂ. അപ്പൊ ആകൃതിയിൽ നിന്ന് വേറിട്ട് മണ്ണില്ല. ഇതാണ് തിരിച്ചുള്ള വാദം. എന്നാ മൃതാദി കാരണാനാം ഘടാധിപത്ത് പിണ്ടാതി നിവൃത്തി ഉച്ച അനുവൃത്തി. അത് ശരിയല്ല. മുമ്പ് സമാനം പറഞ്ഞാൽ എന്താണ്? മണ്ണിൽ നിന്ന് വേറിട്ട് ആകൃതിയില്ല എന്ന് അദ്വൈതി പറയുന്നു. സത്തിൽ നിന്ന് വേറിട്ട് പ്രപഞ്ചമില്ല, നാമരൂപങ്ങളില്ല, എല്ലാം സത്ത് തന്നെ. ഇതവിടെയാണ് സമന്വയിപ്പിക്കേണ്ടത്. ശൂന്യവാദി എന്താ പറയുന്നത്? ഈ ആകൃതിയിൽ നിന്ന് വേറിട്ട് സത്തില്ല, ഈ ആകൃതികളെല്ലാം നശിക്കുന്നു, അത് ശൂന്യതയാണ്. അപ്പൊ ഈ ആകാരങ്ങളിൽ നിന്ന് വേറിട്ട് മണ്ണില്ല എന്ന് പറയുന്നു. പക്ഷെ അത് ശരിയല്ല. ആലോചിക്കാൻ പറയുന്നത് എന്തുകൊണ്ട്? മൃതാദി കാരണാനാം ഘടാധിപത്വ പിണ്ടാതി നിവൃത്തി വെച്ച അനുവൃത്തി ദർശന. ഒന്നുകൂടി സൂക്ഷ്മമായി ചിന്തിച്ചു നോക്കുക. നിങ്ങളെന്താ പറയുന്ന? ആകൃതിയിൽ നിന്ന് വേറിട്ട് മണ്ണില്ല. ശരിയല്ല. എന്തുകൊണ്ട്? ഈ ഉരുണ്ട ആകൃതി ഇല്ലാത്ത പരന്നാകൃതി വന്നപ്പോഴും മണ്ണുണ്ട്, അപ്പൊ നീണ്ട ആകൃതി വന്നപ്പോഴും മണ്ണുണ്ട്. അപ്പൊ ആകൃതിയിൽ നിന്ന് വേറിട്ട് വസ്തുവുണ്ട്, പദാർത്ഥമുണ്ട്. അതുപോലെ ഈ നാമരൂപാത്മകമായ ഈ അനുഭവം, ഈ പ്രതീതി, ഇതില്ലാത്തപ്പോഴും സത്തുണ്ട്. ഈ പ്രതീതി നിലനിൽക്കാത്ത അവസ്ഥയിലും സത്തുണ്ട്. കാരണം സത്തിന്റെ സ്വഭാവമാണ്, അതിന് മറഞ്ഞിരിക്കാൻ ഒക്കത്തില്ല. അത് എന്താണ്? സൃഷ്ടി ഉണ്ടാക്കി, ഇവിടെ പലതും ഉണ്ടാക്കി, ബന്ധമോക്ഷങ്ങളൊക്കെ ഉണ്ടാക്കി. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ശരി, സത്തിന് ഒളിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ല അതിന് സ്വയം പ്രകാശവും പറയുക. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും അല്ലാതെ സ്വയം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ആകൃതി മാറാം. ഒന്ന് സ്വപ്നത്തിലേക്ക് വരാം, പിന്നെ ജാഗ്രതത്തിലേക്ക് വരാം. ഇതെല്ലാം വിട്ടിട്ട് അവ്യാകൃതമായ സുഷുപ്തിയിലേക്ക് പോകാം.
അപ്പോൾ സത്തിനെ ആശ്രയിച്ച് സ്വയം പ്രകാശത്തെ ആശ്രയിച്ച് ഈ മാറ്റങ്ങളാണോ ഈ മാറ്റങ്ങളെ ആശ്രയിച്ച് സ്വയം പ്രകാശം? അതാണ് ചോദ്യം. അപ്പൊ ഈ മാറ്റങ്ങളെ ആശ്രയിച്ചാണത്. കാരണം എന്താണ്? ജാഗ്രത ഇല്ലാതെയായി അല്ലെങ്കിൽ ജാഗ്രത മാറി സ്വപ്നമാകുമ്പോഴും ആ സത്തുണ്ട്, സ്വപ്നം മാറി സുഷുപ്തിയാകുമ്പോഴും ആ സത്തുണ്ട്. അപ്പൊ ഇവിടെ ഏതാകൃതി വന്നാലും, ചട്ടിയോ കലമോ പാത്രമോ ഏതാകൃതി വന്നാലും അവിടെ മണ്ണുണ്ട്. അപ്പൊ തിരിച്ചാ ചിന്തിക്കേണ്ടത്. ശ്രുതി മതസ്ഥർക്കോന് സന്ധീയത എന്ന് വെച്ചാൽ എന്താ എന്റെ താല്പര്യം? സത്യാനുഭവം എങ്ങനെയോ അതിനനുകൂലമായി ചിന്തിക്കണം. വിപരീതമായി ചിന്തിച്ചാൽ എവിടെ എത്തിച്ചേരും? ഹിമാലയത്തിൽ പോകാൻ വേണ്ടി തെക്കോട്ട് നടന്നവനെ പോലെ സമുദ്രത്തിൽ ചെന്ന് ചാടും, അറേബ്യൻ കടലിൽ ചാടിപ്പോകും. സത്യം എന്ന് പറയുന്നത് എന്താണ്? അത് അനുഭവത്തിനുള്ളതാ. സത്യം സ്വയം പ്രകാശമാണ്, അത് അനുഭവരൂപമാണ്. അപ്പോൾ അതിനെ ഗ്രഹിക്കണമെങ്കിൽ അതിനനുകൂലമായി തന്നെ ചിന്തിക്കണം. വിപരീതമായി ചിന്തിച്ചാൽ പറ്റത്തില്ല. ഭ്രാന്തന്മാരങ്ങനെ ചിന്തിക്കുന്നു. ബുദ്ധിക്ക് സ്ഥിരതയില്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു. അതുകൊണ്ട് പറയുന്നു എന്താണ്? മൃദാദികർണാന ഘടാദ്യുത്പത്തു പിണ്ടാതി നിവൃത്തി വെച്ച് അനുവൃത്തി ദർശനം. അപ്പോ ഇവിടെ ശൂന്യവാദി പിന്മാറുകയാണ്. ഇവിടെ വന്നു ശൂന്യവാദിക്ക് ഇനിയൊന്നും പറയാനില്ല. എത്രയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞിട്ടൊരു രക്ഷയില്ല. ശൂന്യവാദിക്ക് തന്നെ ബോധ്യപ്പെട്ടു ഇങ്ങനെ പറഞ്ഞു പോയാൽ ശരിയാവത്തില്ല. ഇവര് അനുഭവത്തിനും സത്യത്തിനും പിടിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അങ്ങനെ സംസാരിച്ച എവിടെ ചെന്നെത്തും? അവര് ശൂന്യവാദം നിരത്തി അടുത്തത് വേറൊരു കൂട്ടർ വരികയാണ്. ക്ഷണിക വിജ്ഞാനവാദികൾ. അവർ രംഗപ്രവേശം ചെയ്യുകയാണ്. ഇതിനും ഇന്നും ആൾക്കാരുണ്ട്. ക്ഷണിക വിജ്ഞാനവാദം. ശങ്കരാചാര്യർ പറഞ്ഞ പൂർവപക്ഷത്തെ സിദ്ധാന്തമായി കരുതുന്നു. വളരെ ലാഘവത്തോടുകൂടി. അതൊക്കെ ലാഘവ ബുദ്ധിയൊക്കെ ഇതൊക്കെ പറ്റും. ചിന്താശേഷിയുള്ളവർ ഇതിന്റെ ഒന്നും പോകത്തില്ല. ലാഘവത്തോടുകൂടി ഇതിനെയൊക്കെ അങ്ങ് അംഗീകരിക്കും. ശൂന്യവാദത്തെ അംഗീകരിക്കും. ക്ഷണികത്തെ ലാഘവബുദ്ധിയുടെ നിന്നാണ് മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയില്ല. സദാ മനസ്സ് മാറുന്നു. സദാ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാം മാറിക്കൊണ്ടിരിക്കും. എന്റെ ബോധം മാറിക്കൊണ്ടിരിക്കും. ഞാൻ മാറിക്കൊണ്ടിരിക്കും. സദാ ക്ഷണപരിണാമിയാണ് സർവവും. അതേ ഉള്ളൂ. ഇപ്പൊ സർവം ക്ഷണികമാണ്. ഇതാണ് ലാഘവ ബുദ്ധി സ്വീകരിക്കുന്നത്. അവിടെ ചോദിക്കും, സർവവും ക്ഷണികമാണോ? അതോ സർവവും ക്ഷണികമാണെന്ന് പറയുന്നത് സത്യമാണോ അസത്യമാണോ? സത്യമാണെന്ന് പറഞ്ഞാൽ എന്തായി? ക്ഷണികമല്ലെന്ന് പറയും. അങ്ങനെ പോകും. അതിനെ നിഷേധിക്കും. പക്ഷെ ഇത്തരക്കാർക്കൊരു സ്വഭാവമുണ്ട്. അവരൊരു ചോദ്യത്തിന് നിന്നു കൊടുക്കത്തില്ല. ഇന്നുള്ള ആൾക്കാർ, പണ്ടുള്ളവരങ്ങനെയല്ല. നമ്മളിവിടെ കാണുന്നുണ്ട്. അവർ ചർച്ചയ്ക്ക് തയ്യാറാവുന്നുണ്ട്. ശൂന്യവാദികൾ എന്നെ ഇത്രയും ചർച്ച ചെയ്തില്ലേ എന്നാ ഒരു കൈ നോക്കാം നിങ്ങൾ പറയുന്നത്. അവർക്ക് ബോധ്യപ്പെടുകയാണ് നമ്മൾ പറയുന്ന അസംബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്മാറും. പിന്നെ അവിടെ അവരുടെ ചർച്ച കേൾക്കത്തില്ല. മനസ്സിലായി. ഇന്നത്തെ ആൾക്കാർ അങ്ങനെയല്ല. അവർക്കൊന്നാമത് ചർച്ച ചെയ്യുന്നതിനുള്ള ശേഷിയില്ല. അതുകൊണ്ട് വളരെ ലാഘവത്തോടുകൂടി ഓരോ സിദ്ധാന്തങ്ങൾ പറയും. അങ്ങോട്ട് കടന്നു ചെന്നു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങോട്ട് കടന്നു ചെല്ലത്തില്ല. ചർച്ചയ്ക്ക് വരുമ്പോഴത്തില്ല. എന്താണ് ഈ ക്ഷണിക വിജ്ഞാനവാദി പറയുന്നത്? യത് സത് തത് ക്ഷണികം യഥാദീപ ആണ് അവരുടെ സിദ്ധാന്തത്തിന്റെ കാതൽ. ഏതെല്ലാം സത്തായിട്ട് ഇവിടെ ഉണ്ടോ, സത്തിനെ അവർ പറയുന്നു. ആ സത്തെല്ലാം ക്ഷണികമാണ്. ഉദാഹരണം പറയുന്നു, വളരെ മനോഹരമായൊരു ദൃഷ്ടാന്തം. ദീപം. സന്തശ്ചൈമേ ഭാവാഹ
വ്യാഖ്യാനം ഉണ്ടെങ്കിൽ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഭാവങ്ങളെല്ലാം എന്തൊക്കെ അനുഭവപ്പെടുന്നു സർവ്വവും സത്താണ്. പക്ഷെ സത്തിനൊരു കുഴപ്പമുണ്ട്, അത് ക്ഷണികമാണ്. ഇവിടെ അദ്വൈതി പറയുന്ന പോലെ ത്രികാലാപാദിതമായ സത്യമല്ല. അവരൊരു യുക്തി പറയും, അതിന് ദൃഷ്ടാന്തം പറയും. അതിനപ്പുറം പിന്നെ വേറെ അനുമാനങ്ങളൊന്നുമില്ല, ഭേദവും മറ്റു കാര്യങ്ങളൊന്നുമില്ല. എന്താ അവരങ്ങനെ പറയാൻ കാരണം? അവർ പറയുന്നത് ദീപത്തെ നോക്കുക, അല്ലെങ്കിൽ നദിയെ നോക്കുക. ദീപം എന്ന് പറയുന്നത് ഒരു ഇന്ധനത്തിന്റെ സഹായത്താൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പ്രകാശിക്കുന്നതാണ്. നമുക്കറിയാം, അതങ്ങനെ പ്രകാശിച്ചു കഴിഞ്ഞാൽ ആ ഇന്ധനം തീരുമ്പോൾ ദീപവും നശിക്കും. ഇന്ധനത്തിന്റെ നിലനിൽപ്പിനനുസരിച്ചേ ഉള്ളൂ ദീപത്തിന്റെ നിലനിൽപ്പ്. അത് സ്ഥായിയല്ല. അപ്പോൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, എന്താണ്? ഇന്ധനത്തിന് മാറ്റം വരുന്നതിനനുസരിച്ച് ദീപത്തിന് മാറ്റം വരുന്നു. ദീപം അങ്ങനെ മാറുന്നു, പ്രതിക്ഷണം മാറുന്നു. അതാണ് നമ്മൾ കാണുന്നത്. ദീപത്തെ ശ്രദ്ധിച്ചറിയും. ഓരോ ക്ഷണവും അതുണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ധനം തീരുമ്പോൾ നശിച്ചു പോകും. അപ്പോൾ അത് ക്ഷണികത്വം ചിന്തിച്ചാൽ മനസ്സിലാവും. പക്ഷെ നോക്കുമ്പോൾ എന്താണ്? ദീപം ഏകമായിട്ടിരിക്കുന്നു. ദീപം ഏകമാണെന്ന് പ്രതീതി ഉണ്ടാകുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു? വളരെ വേഗത്തിൽ ആ ഇന്ധനത്തിന്റെ ഓരോ കണികകളും പ്രകാശിച്ച് മാറുകയാണ്, നശിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ധനം നശിക്കുന്നത്, ദീപവും നശിക്കുന്നത്. അത് വളരെ വേഗത്തിൽ സംഭവിക്കുന്നതുകൊണ്ട് പൂർവക്ഷണത്തിലുള്ള ഉത്പത്തി, അടുത്ത ക്ഷണത്തിൽ നാശം, വീണ്ടും ഉത്പത്തി, നാശം, ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നദീപ്രവാഹം പോലെ. നദീപ്രവാഹത്തിലെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നോക്കുക, ആ കേന്ദ്രത്തിൽ നിന്ന് നദി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കേന്ദ്രത്തിൽ ഒരു ക്ഷണത്തിൽ നിൽക്കുന്നത് അടുത്ത ക്ഷണത്തിൽ അവിടെയില്ല. ആ ജലം, വെള്ളത്തുള്ളി അവിടെയില്ല, പുതിയത് വരികയാണ്, അത് മുമ്പോട്ട് പോയി കഴിഞ്ഞു. ദീപം അതുപോലെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷണത്തിലുള്ളത് പോയി അടുത്ത ക്ഷണത്തിൽ വീണ്ടും വന്നു. രണ്ടും തമ്മിലുള്ള ഇട അനുഭവിക്കുന്നില്ല, വേഗത ഉണ്ട്. വെള്ളത്തിന്റെ തുള്ളികൾ ഒന്നു ചേർന്ന് ഒരുമിച്ച് ഒന്നായി പ്രവഹിക്കുകയാണ്. ആ പ്രവാഹത്തിന്റെ നിത്യതയുള്ളൂ, തുടർച്ചയുള്ളൂ. അവിടെ ജലകണങ്ങളിൽ നിത്യതയില്ല, ഓരോ കണവും വേറെ വേറെയാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ കുളിച്ച നദിയിൽ രണ്ടാമത് കുളിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും. ഇത് മാറിപ്പോയി. അത് ക്ഷണം കൊണ്ട് അവിടെ നിന്ന് മാറിപ്പോയി വേറൊന്നാ സ്ഥാനത്ത് വന്നു ചേർന്നു. ദീപത്തിലെ ഒരു പ്രകാശകണം ഒരു ക്ഷണം കൊണ്ട് മാറി അടുത്തൊരു പ്രകാശകണം അവിടെ വന്നു. ക്ഷണികമല്ലേ? പക്ഷെ ക്ഷണികമാണെങ്കിലും ക്ഷണികവും തോന്നില്ല, അവിടെ സ്ഥായിത്വ അനുഭവമാണ്. അത് വാസ്തവമല്ലല്ലോ. വാസ്തവമാണെങ്കിൽ അതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്, സ്ഥായിത്വ ഭ്രാന്തി. ദീപത്തിൽ അങ്ങനെയാണ്, ജലത്തിലങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിലൊരു പൊതു സ്വഭാവം കാണുന്നുണ്ട്. എന്താണ്? ഒന്ന് സ്ഥായിയായിരിക്കുന്നില്ല. കുന്നു കുഴിയാകുന്നു, കുഴി കുന്നാകുന്നു, ഹിമാലയം സമുദ്രമാകുന്നു, സമുദ്രം ഒരു ഹിമാലയം വരുന്നു. അത് ചിലപ്പോൾ യുഗങ്ങൾ വേണ്ടി വന്നെന്നിരിക്കും. അപ്പോ പ്രപഞ്ചം സദാ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഹിമാലയത്തിനെയാണ് സ്ഥായി എന്ന് കാണുന്നത്. ഈ യുക്തി അംഗീകരിക്കാമെങ്കിൽ, ദീപത്തിന്റെ യുക്തി അംഗീകരിക്കാമെങ്കിൽ ഇത് തന്നെയാണ് ഹിമാലയത്തിൽ സംഭവിക്കുന്നത്. ഭൂമിയിലും സൂര്യനിലും ചന്ദ്രനിലും സർവത്ര ഇതിനെ സംഭവിക്കുന്നു. സർവം ക്ഷണം ഉണ്ടായി മറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സർവം ക്ഷണികം. ഇതാണ് ബൗദ്ധന്മാർ പറയുന്നത്. ഇതാണ് ക്ഷണിക വിജ്ഞാനവാദം എന്ന് പറയുന്നത്. അത് പിന്നെ കുറച്ചുകൂടി അവർ പറയും, ഇതെല്ലാം വിജ്ഞാനമാണ്,
വിജ്ഞാനമാണ് ഈ നാനാരൂപത്തിൽ ഇങ്ങനെ പ്രതീതമായി കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ക്ഷണികമാണെന്നേ അദ്വൈതി പറയുന്ന ചിത്തല്ല അവർ പറയുന്നു. വിജ്ഞാനം എന്ന് പറയുന്നു. വിജ്ഞാനത്തിന് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ബാഹ്യമായ ആകാരം, ഈ കാണുന്ന രൂപം. മറ്റൊന്ന് ആന്തരികമായിരിക്കുന്ന അഹം. ആലയ വിജ്ഞാനം, പ്രവൃത്തി വിജ്ഞാനം എന്ന് രണ്ടായി പറയും. അത് ക്ഷണം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഉള്ളിൽ അഹമഹം എന്ന് സ്മരിച്ചുകൊണ്ടിരിക്കുന്നു, ബാഹ്യമായി ഇതം ഇതം എന്ന് സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എല്ലാം ചേർന്ന് ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്ത വിജ്ഞാനമാണ്, ക്ഷണികമാണ്, മാറിക്കൊണ്ടിരിക്കുന്നു. അതിന് അദ്വൈതി അംഗീകരിക്കില്ല. മാറ്റത്തെ അദ്വൈതി അംഗീകരിക്കുന്നുണ്ട്. മാറ്റമുണ്ട് ഇവിടെ. ബാഹ്യമായെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, ആന്തരികമായ അഹമനുഭവം മാറിക്കൊണ്ടിരിക്കുന്നു. അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഈ മാറ്റം നിശ്ചലമായ ചിത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നിശ്ചലമായ ഒന്നില്ല എന്ന് വിജ്ഞാനവാദി പറയുമ്പോൾ അദ്വൈതി പറയുന്നതല്ല. നിശ്ചലത്തിൽ ഈ ചലനങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും നിശ്ചലമായ തുര്യൻ, അവന് ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് അദ്വൈതി പറയുന്നത്. ഇവിടെ സാഹിത്യത്തെ അംഗീകരിക്കുന്നില്ല. ഇവിടെ അത് അംഗീകരിക്കേണ്ടി വരും എന്ന് പറയുന്നു. ഇതെല്ലാം പ്രദക്ഷിണം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദീപത്തെ കാണുമ്പോൾ ഇതാ ഏകമായ ദീപം. ഗംഗാ നദി കാണുമ്പോൾ അതിന് പല പേരിട്ട് വിളിക്കാറില്ലല്ലോ. ഓരോ സമയവും ഓരോ നദിയാണെങ്കിലും അതിന് ഗംഗയെന്നൊരു പേരിലേ ഇട്ട് വിളിക്കാറുണ്ട്. ഗംഗാനദി ഏകമെന്നല്ലേ അനുഭവം, പ്രത്യക്ഷാനുഭവം അങ്ങനെയാണ്. നിങ്ങൾ പറയുന്ന ക്ഷണപരിണാമത്തിന് വിരുദ്ധമാണ് പ്രത്യക്ഷാനുഭവം. അപ്പോൾ പ്രത്യക്ഷാനുഭവത്തെ സ്വീകരിക്കും, അതേ നിങ്ങളുടെ സിദ്ധാന്തത്തെ സ്വീകരിക്കും. അതിന് ക്ഷണിക വിജ്ഞാനവാദി പറയുകയാണ്. എന്താണ്? സാദൃശ്യ അന്വയദർശനം എന്ന് കാരണ അനുവൃത്തേഹേ. ഇത് മൃദൃഷ്ടാന്തത്തിനാണ് പറയുന്നത്. ദീപത്തിൽ മനസ്സിലാക്കാം. ഒരു ക്ഷണത്തിലെ ദീപം അടുത്ത ക്ഷണമില്ല, ഒരു ക്ഷണത്തിലെ നദി അടുത്ത ക്ഷണത്തിലില്ല. പക്ഷേ ഓരോ ക്ഷണത്തിലെ ദീപങ്ങൾക്കും ഒരു സാദൃശ്യമുണ്ട്, ഒരു പൊതു സ്വഭാവം. എന്താ പൊതു സ്വഭാവം? അത് പ്രകാശമുള്ളതാണ്, അത് ചൂടുള്ളതാണ്. ഇതൊക്കെയാണ് പൊതു സ്വഭാവം. അതുകൊണ്ട് ഒന്നിനോട് സാദൃശ്യമുള്ളതുകൊണ്ട് അത് വേഗത്തിൽ സംഭവിക്കുന്നത് കൊണ്ടും നമ്മൾ പറയുന്നത് ഇവിടെ ഒരു പ്രകാശമാണ്. ഒരു ദീപത്തിൽ രണ്ട് പ്രകാശം അനുഭവപ്പെടുന്നുണ്ടല്ലോ, ഒരു പ്രകാശം. അത് സാദൃശ്യം കൊണ്ടാണ്. പൂർവക്ഷണത്തിനും ഉത്തരക്ഷണത്തിനുമുള്ള ദീപകണങ്ങൾക്ക് സാദൃശ്യമുള്ളതുകൊണ്ട്, ജലകണങ്ങൾക്ക് സാദൃശ്യമുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ മൃത്തിന് സംഭവിക്കുന്നു. മണ്ണിന് ആ പിണ്ഡമായിരുന്ന ആ മൃത്തുണ്ടല്ലോ, ആ ആകാരത്തിൽ നിന്നും മൃത്തിനെ വേർതിരിക്കാൻ പറ്റത്തില്ല. എന്ന് പറയുന്നു അടുത്ത് പരന്നപ്പോൾ അതേ മൃത്താണെന്നല്ല, ആ മൃത്ത് പോയി. പിന്നെന്താ? രണ്ടാമത് രണ്ടും തമ്മിൽ സാദൃശ്യമുണ്ട്. അത് ആ ഉരുളയായിരുന്നപ്പോൾ പോയെന്നുള്ളതല്ല, ഓരോ ക്ഷണത്തിലും അത് മാറിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യക്ഷണം. പക്ഷെ രണ്ടിനും ചില സാദൃശ്യങ്ങളുണ്ട്. എന്താണ്? അതിന്റെ രൂപത്തിന്റെ സാദൃശ്യം, നിറത്തിന്റെ സാദൃശ്യം, സ്നിഗ്ധത, അതിന്റെ സാദൃശ്യം, അങ്ങനെ പലതരത്തിലുള്ള സാദൃശ്യങ്ങളുണ്ട്. ഈ സാദൃശ്യങ്ങളുള്ളത് കൊണ്ട്, സാദൃശ്യങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ പറയുന്നത് രണ്ടും ഒന്നാണ്. അല്ലാതെ അവിടെ സത്തായി ഒന്നില്ല. അതുകൊണ്ടാണ് അപ്പോ മാധ്യമന്മാര് പറയുന്ന, അതായത് ശൂന്യവാദികൾ പറയുന്നതിനോട് ചേർന്ന് വരും. അവരെന്താണ് പറയുന്നത്? നശിച്ച ശൂന്യത്തിൽ നിന്നുണ്ടാകുന്നു.
അതുമായിട്ട് ചേർന്ന് വരുന്നു. ഇവിടെ എന്തായാലും നാശം സ്വീകരിക്കുന്നുണ്ടോ? ക്ഷണം പരിണമിക്കുകയാണെങ്കിൽ നശിക്കുന്നു. പക്ഷെ ഇവരെന്താണ് പറയുന്നത്? വിജ്ഞാനം മാത്രം, ഇങ്ങനെ ക്ഷണപരിണാമിയായ ആ വിജ്ഞാനം മാത്രം. ഒരു വിജ്ഞാനത്തെ തുടർന്ന് വേറൊരു വിജ്ഞാനം, അങ്ങനെ ദീപവിജ്ഞാനം. അതിന് പരസ്പര സാദൃശ്യമുള്ളതുകൊണ്ട് ഇതിനെ ഒന്നായി അനുഭവപ്പെടുന്നു എന്നാണ്. അതാണ് സാദൃശ്യാത് അന്വയ ദർശനം. പാത്രത്തിൽ മണ്ണിരിക്കുന്നു എന്നുള്ള അനുഭവം, മണ്ണിനോട് താതാത്മ്യമായി പാത്രം അനുഭവപ്പെടും. അതാണ് അന്വയ ദർശനം എന്ന് പറയുന്നത്. എന്നാൽ കാരണാനുവൃത്തി, അല്ലാതെ പിണ്ഡം ഇങ്ങോട്ട് വന്നിട്ടില്ല. പൂർവക്ഷണത്തിലെ ദീപം ഇങ്ങോട്ട് വന്നിട്ടില്ല. കാരണാനുവൃത്തിയില്ല, കാരണം ഇല്ലല്ലോ. എല്ലാം സ്വതന്ത്രമാണ്. എല്ലാം ഓരോന്നും അതാ ക്ഷണത്തിലുണ്ടായി അടുത്ത ക്ഷണത്തിൽ നശിപ്പിക്കൊണ്ടേയിരിക്കും. ക്ഷണിക വിജ്ഞാന ഭാഗത്തിൽ അങ്ങനെ ഒരു കാര്യകാരണ ഭാവത്തെ അംഗീകരിക്കുന്നില്ല എന്നാണ്. ഇത് പിണ്ഡാദിഗതാനാം മൃതാദ്യവയവാനാമേവ ഘടാദോ പ്രത്യക്ഷത്തെ അനുമാനാഭാസാ സാദൃശ്യാദി കൽപ്പന അനുപത്തേ. ഇത്രയും തന്നെ ഓവർ ഡോസാണ്. അതുകൊണ്ട് നിർത്തിക്കളയാം. ശരി. ഓം ശാന്തി ശാന്തി ശാന്തി.